നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ എന്നും വിവാദങ്ങളുടെ തോടനായിട്ട് അറിയപ്പെടുന്ന KB ഗണേഷ് കുമാറിൻ്റെ രാഷ്ട്രീയ ജീവിതം ഇപ്പോൾ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. കേവലം ഒരു കുടുംബകലഹം എന്നതിലുപരിയായി ഭരണസ്വാധീനം ഉപയോഗിച്ച് നടത്തിയ വഴിവിട്ട ഇടപാടുകളും സദാചാരപരമായിട്ടുള്ള ചോദ്യങ്ങളും പത്തനാപുരത്തെയും കൊട്ടാരക്കരയിലും ഒക്കെ തന്നെ വോട്ടർമാർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. മുൻപ് ആദ്യ ഭാര്യയുമായുണ്ടായ തർക്കങ്ങൾ ഗണേഷിൻ്റെ മന്ത്രിസ്ഥാനം തെറിപ്പിച്ച ചരിത്രം നിലനിൽക്കെ സമാനമായ സാഹചര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നത് ഇടതുമുന്നണിയെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന നിലയിൽ ഭരണപരമായ നേട്ടങ്ങളെക്കാൾ ഉപരിയായി വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തെ വേട്ടയാടുന്നത്. ഭാര്യ ബിന്ദു മേനോൻ ഉന്നയിച്ച ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഗണേഷ് കുമാറിൻ്റെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. വാളകത്തെ വീട്ടിൽ വെച്ചുണ്ടായ അനിഷ്ട സംഭവങ്ങളും അവിഹിത ബന്ധങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുമൊക്കെ തന്നെ കേവലം ഊഹാപോഹങ്ങളല്ലെന്നും ഇതിന് കൃത്യമായ തെളിവുകൾ ബിന്ദുവിൻ്റെ പക്കലുണ്ടെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പോലീസ് ഹെൽപ്പ് ലൈൻ്റെ സഹായം തേടേണ്ടി വന്ന സാഹചര്യം അത് ഒരു മന്ത്രിയുടെ കുടുംബത്തിലുണ്ടായത് പൊതുസമൂഹത്തിന് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുകയാണ്. ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ പത്തനാപുരത്തെ ജനങ്ങൾക്കിടയിൽ മന്ത്രിക്കുണ്ടായിരുന്ന സ്വാധീനത്തിന് വലിയ വിള്ളൽ വീണിട്ടുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇവിടെ വിലയിരുത്തുന്നത്. വിവാദങ്ങൾ കത്തി നിൽക്കുമ്പോഴും മന്ത്രി പുലർത്തുന്ന ഓവർ കോൺഫിഡൻസ് വോട്ടർമാരെ ചൊടിപ്പിക്കുന്നുണ്ട്. കാരണം താൻ എന്ത് ചെയ്താലും പത്തനാപുരത്തെ ജനങ്ങൾ തന്നെ കൈവിടില്ല എന്ന ഗണേഷിൻ്റെ ആ ഒരു വിശ്വാസം അത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പരീക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ തവണ 15,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചെങ്കിലും ഇത്തവണ രാഷ്ട്രീയ സാഹചര്യം പൂർണ്ണമായിട്ടും മറിഞ്ഞിരിക്കുകയാണ്. കുടുംബ പ്രശ്നങ്ങൾ വ്യക്തിപരമാണെന്ന് പറഞ്ഞ് കൈകഴുകാൻ ശ്രമിക്കുമ്പോഴും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ മാതൃകാപരമായിട്ടുള്ള ജീവിതം നയിക്കാൻ ഗണേഷ് പരാജയപ്പെട്ടുവെന്ന വികാരമാണ് സോഷ്യൽ മീഡിയയിലും പത്തനാപുരത്തും ഇപ്പോൾ പ്രകടമാകുന്നത്. ഈ സാഹചര്യത്തിൽ പത്തനാപുരത്ത് വീണ്ടും മത്സരിക്കുന്നത് അപകടമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടെന്നാണ് സൂചന. കാരണം സ്വന്തം മണ്ഡലത്തിലെ ജനരോഷം ഭയന്നുകൊണ്ട് അച്ഛൻ R ബാലകൃഷ്ണപിള്ളയുടെ പഴയ തട്ടകമായിട്ടുള്ള കൊട്ടാരക്കരയിൽ ഭാഗ്യം പരീക്ഷിക്കാൻ ഗണേഷ് കുമാർ ശ്രമിക്കുന്നുണ്ടെന്ന വാർത്തകളും ഇപ്പോൾ സജീവമാണ്. എന്നാൽ പത്തനാപുരത്ത് പച്ചതൊടില്ലെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ കൊട്ടാരക്കരയിലും സ്ഥിതി മറിച്ചാകില്ല എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ വാദിക്കുന്നത്. സദാചാരപരമായിട്ടുള്ള വിഷയങ്ങളിൽ വോട്ടർമാർ കൂടുതൽ ജാഗരൂകരായ ഈ കാലഘട്ടത്തിൽ ഇത്തരം ആരോപണങ്ങൾ നേരിടുന്ന ഒരാളെ ജനം ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ സാധ്യത വളരെ കുറവാണ്. രാഷ്ട്രീയ എതിരാളികൾ ഗണേഷിൻ്റെ മുൻകാല ചരിത്രങ്ങൾ കൂടി ഉയർത്തിക്കാട്ടുമ്പോൾ പ്രതിരോധം കൂടുതൽ ദുഷ്കരമാകുന്നു. അപ്പോൾ ഇതിനിടയിലാണ് ഗണേഷ് കുമാറിൻ്റെ ഭാര്യ ബിന്ദു മേനോൻ CEO ആയിട്ടുള്ള മിഡ്നൈറ്റ് സൺ ഗ്ലോബൽ എന്ന കമ്പനിക്ക് സർക്കാർ സ്ഥാപനങ്ങളായിട്ടുള്ള കെയർ ഓഫ് ഫെഡും അതോടൊപ്പം തന്നെ മിൽമയും വഴിവിട്ട കരാറുകൾ നൽകിയെന്ന വാർത്ത പുറത്തു വരുന്നത്. ഗതാഗത മന്ത്രിയുടെ ഔദ്യോഗിക വിലാസമായിട്ടുള്ള കുടപ്പനക്കുന്നിലെ സിന്ദഗി എന്ന വീട്ടിൽ തന്നെയാണ് ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നത് അഴിമതിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. യാതൊരുവിധ ടെൻഡറുകളോ മത്സര പ്രക്രിയകളോ ഇല്ലാതെ വിദേശ രാജ്യങ്ങളിലേക്ക് സർക്കാർ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാനുള്ള കരാർ മന്ത്രിപത്നിയുടെ കമ്പനിക്ക് നൽകിയത് ഭരണഘടനാ ലംഘനമാണെന്ന ആക്ഷേപം ശക്തമാണ്. ഇത് മന്ത്രിസ്ഥാനം ദുരുപയോഗം ചെയ്തതിന് തെളിവായിട്ടും പ്രതിപക്ഷം ഇവിടെ ഉയർത്തിക്കാട്ടുന്നു. കെയർ ഓഫ് ഫെഡ് വെളിച്ചെണ്ണ ദുബായിലും മിൽമ ഉൽപ്പന്നങ്ങൾ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നിവിടങ്ങളിലും വിൽക്കുന്നതിനുള്ള മൊത്ത വിതരണ ഏജന്റായാണ് മിഡ്നൈറ്റ് സൺ ഗ്ലോബലിനെ തെരഞ്ഞെടുത്തത്. സാധാരണക്കാരെ സഹായിക്കാൻ രൂപീകരിച്ച സഹകരണ സ്ഥാപനങ്ങളെ സ്വന്തം കുടുംബത്തിൻ്റെ ബിസിനസ് താല്പര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത് ക്രമവിരുദ്ധമാണ്. മൊത്ത വ്യാപാരികൾക്ക് നൽകുന്ന വിലയിൽ 15% കമ്മീഷൻ കൂടി ഈ കമ്പനിക്ക് നൽകാൻ കെയർ ഓഫ് ഫെഡ് തയ്യാറായത് ഉന്നതതല സമ്മർദ്ദത്തെ തുടർന്നാണെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. 2025 കണക്കുകൾ പ്രകാരം ടൺ കണക്കിന് വെളിച്ചെണ്ണ ഈ കമ്പനി വഴി കയറ്റുമതി ചെയ്യാനുള്ള നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. ഈ അഴിമതി വാർത്തകൾ പുറത്തു വന്നതോടെ മിൽമ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ വിശദീകരണവുമായിട്ട് രംഗത്തെത്തിയിരുന്നു. കമ്പനി അങ്ങോട്ട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കരാർ നൽകിയതെന്നാണ് ഇവരുടെ വാദം. എന്നാൽ സമാനമായ താല്പര്യം പ്രകടിപ്പിച്ച മറ്റ് കമ്പനികൾക്ക് എന്തുകൊണ്ട് അവസരം നൽകിയില്ല എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടിയില്ല. മാസത്തിൽ 20 ലക്ഷം രൂപയുടെ നെയ്യും 5 ലക്ഷം രൂപയുടെ പാൽ ഉൽപ്പന്നങ്ങളും മിഡ്നൈറ്റ് സൺസ് കമ്പനി വഴി വിറ്റഴിക്കാൻ ധാരണയായത് ചട്ടങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണെന്ന് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ രഹസ്യമായിട്ട് സമ്മതിക്കുന്നു. ഇത് ഗണേഷ് കുമാറിനെതിരായിട്ടുള്ള പുതിയൊരു രാഷ്ട്രീയ ആയുധമായിട്ട് മാറിയിരിക്കുകയാണ്. കുടുംബകലഹത്തെ അഴിമതിയുമായി കൂട്ടിയിണക്കുന്ന ഒരു തന്ത്രമാണ് ഇതിന് പിന്നിലെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ സംശയിക്കുന്നുണ്ട്. ഭാര്യയുമായിട്ട് ഒത്തുതീർപ്പിലെത്താൻ കോടികൾ വാരിയെറിഞ്ഞെന്നും അതിനുള്ള വഴിയായാണ് ഈ സർക്കാർ കരാറുകൾ നൽകിയതെന്നുമാണ് അണിയറയിലെ സംസാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കർശന നിർദ്ദേശപ്രകാരം നടത്തിയ ഈ ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്ക് പിന്നിൽ AKG സെൻറ്ററിൻ്റെ നേരിട്ടുള്ള ഇടപെടലുണ്ട്. ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം തുടരണമെങ്കിൽ ഭാര്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന അന്ത്യശാസനമാണ് ഇത്തരം അഴിമതി ഇടപാടുകളിലേക്ക് നയിച്ചതെന്നും കരുതപ്പെടുന്നു. ഇതോടെ സദാചാര പ്രശ്നവും അഴിമതിയും ഒരേ നൂലിൽ കോർക്കപ്പെട്ടിരിക്കുകയാണ്. ഗണേഷ് കുമാറിനെതിരായ ആരോപണങ്ങളിൽ CPM സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പും വലിയ വിമർശനങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. സമാനമായ സ്ത്രീപീഡന ആരോപണങ്ങളിൽ കുടുങ്ങിയ മുകേഷിനെ കൊല്ലത്ത് നിന്ന് മാറ്റി നിർത്താൻ ആലോചിക്കുമ്പോൾ ഗണേഷിന് മറ്റൊരു മണ്ഡലം നൽകാൻ പാർട്ടി തയ്യാറാകുന്നത് രാഷ്ട്രീയമായ പാപ്പരത്തമാണെന്നും അണികൾക്കിടയിൽ തന്നെ സംസാരമുണ്ട്. മഹിളാ നേതാക്കളായിട്ടുള്ള PK ശ്രീമതിയും KK ശൈലജയും ഇത്തരം സന്ദർഭങ്ങളിൽ പുലർത്തുന്ന തന്ത്രപരമായിട്ടുള്ള മൗനം പാർട്ടിയുടെ വിശ്വാസ്യത തന്നെ ബാധിക്കുകയാണ്. സ്ത്രീകളുടെ അവകാശങ്ങൾക്കായിട്ട് ശബ്ദമുയർത്തുന്നവർ സ്വന്തം മുന്നണിയിലെ മന്ത്രിയുടെ സദാചാര ലംഘനങ്ങൾക്കെതിരെ കണ്ണടയ്ക്കുന്നത്
ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. NSS നേതൃത്വത്തിൻ്റെ ഇടപെടലും ഈ ഒത്തുതീർപ്പ് നാടകങ്ങൾക്ക് പിന്നിലുള്ളതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. നായർ സമുദായത്തിൽ വലിയ സ്വാധീനമുള്ള ഗണേഷിനെ സംരക്ഷിക്കാനായിട്ട് സമുദായ നേതൃത്വം മുന്നിട്ടിറങ്ങിയത് CPMന് ആശ്വാസമായെങ്കിലും ഇത് മറ്റു വിഭാഗങ്ങൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു മന്ത്രി തൻ്റെ പദവി സംരക്ഷിക്കാൻ ജാതി സംഘടനകളെയും പാർട്ടി സംവിധാനങ്ങളെയും ഉപയോഗിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. ബിന്ദു മേനോൻ ഇപ്പോൾ നടത്തുന്ന പിന്മാറ്റവും മാപ്പ് നൽകലും സമ്മതത്തിന് വഴങ്ങിയാണെന്നത് പകൽ പോലെ വ്യക്തമാണ്. എങ്കിലും വൈകാരികമായി താൻ പ്രതികരിച്ചതാണെന്ന അവരുടെ വെളിപ്പെടുത്തൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയൊരു ആയുധമായി തന്നെ മാറുന്നതാണ്. പത്തനാപുരത്തെ വോട്ടർമാർക്കിടയിൽ ഗണേഷ് നടത്തുന്ന ഈ വീമ്പുകൾ അത് രാഷ്ട്രീയ ശത്രുക്കൾക്ക് വലിയ വളമാണ് ഇപ്പോൾ നൽകുന്നത്. 5000 കാമുകിമാരുണ്ടെന്ന മന്ത്രിയുടെ പരാമർശങ്ങൾ ഒരു ജനപ്രതിനിധിക്ക് ചേരാത്തതാണെന്ന് പരക്കെ ആക്ഷേപമുണ്ട്. രാഹുൽ മാങ്കുട്ടത്തിനെ പോലുള്ള യുവ നേതാക്കളെ പീഡന കേസുകളിൽ ക്രൂശിക്കുന്ന CPM സ്വന്തം മന്ത്രിയുടെ കാര്യത്തിൽ പുലർത്തുന്ന ഈ വിട്ടുവീഴ്ച മനോഭാവം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി മാറും. LDFലെ ഏക MLA ആയ ഗണേഷിനെ സംരക്ഷിച്ചില്ലെങ്കിൽ മുന്നണിക്ക് ഒരു സീറ്റ് നഷ്ടപ്പെടുമെന്ന ഭയമാണ് CPMനെ നയിക്കുന്നത്. എന്നാൽ ഈ സംരക്ഷണം പാർട്ടിയുടെ അന്തസ്സ് കളഞ്ഞു കുളിക്കുന്നതാണ്. ചുരുക്കത്തിൽ KB ഗണേഷ് കുമാറിൻ്റെ രാഷ്ട്രീയ ജീവിതം ഇപ്പോൾ ഒരു അഗ്നിപരീക്ഷയിലാണ്. കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ ഒത്തുതീർപ്പിലാക്കിയാലും സർക്കാരിന് നട്ടലൊടിക്കുന്ന അഴിമതി ആരോപണങ്ങൾ അദ്ദേഹത്തെ വിടാതെ പിന്തുടരും. തൻ്റെ ഭാര്യയുടെ കമ്പനിക്ക് വഴിവിട്ട് കരാറുകൾ നൽകിയതിലൂടെ അദ്ദേഹം സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. പത്തനാപുരത്തെയും കൊല്ലത്തെയും പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ ഈ സംഭവ വികാസങ്ങളെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ ബാലറ്റിലൂടെ നൽകുന്ന മറുപടി ഗണേഷ് കുമാറിൻ്റെയും അദ്ദേഹത്തെ താങ്ങി നിർത്തുന്ന LDF സർക്കാരിൻ്റെയും വിധി നിർണ്ണയിക്കുമെന്ന കാര്യം തീർച്ചയാണ്.